വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് ഒരു ബ്രെഡ് സ്റ്റിക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. സാധാരണ നമ്മൾ ബ്രെഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡായിരിക്കും ഉണ്ടാക്കുക അല്ലേ. എന്നാൽ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ബ്രെഡ് സ്റ്റിക്കാണ്. നല്ല ചൂട് സൂപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രെഡ് സ്റ്റിക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ. ഞാനിവിടെ 1 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ അല്ലെങ്കിൽ സ്പാറ്റില ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് കാരണമാണ് ഡയറക്റ്റായിട്ട് ഈ മൈദയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഡ്രൈ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് ലൂക്ക് വാം വാട്ടർ, അതായത് ചെറു ചൂടുള്ള വെള്ളം ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ വെള്ളം വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ചിലപ്പോൾ 1-2 ടേബിൾ സ്പൂൺ കൂടി വെള്ളം വേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പഞ്ചസാര ചേർത്ത് അതേപോലെ തന്നെ ചെറു ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ ചെറു ചൂടുള്ള പാല് ചേർത്തിട്ട് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. നല്ല ഈസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് അത് മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കൗണ്ടർ ടോപ്പ് നന്നായി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് മൈദ അതിൽ തൂക്കി കൊടുക്കാം. നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മാവ് ചേർത്ത് കൊടുക്കാം. ഇനി കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കൂടുതൽ വെള്ളം വേണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വീതം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം കൂടി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വെള്ളം കൂടിപ്പോയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പൊടി കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. സാധാരണ ബ്രെഡ് ഉണ്ടാക്കുന്ന ആ ഒരു ഡോ പോലെ ഇത് ഒരുപാട് സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആയിരിക്കില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിരിക്കും. സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത് പോലുള്ള മാവാണ് നമുക്ക് വേണ്ടത്, എന്നാൽ അതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കണം. നമ്മുടെ കൈപ്പത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്കൊരു മാവ് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് എത്രത്തോളം സോഫ്റ്റ് ആകുന്നോ അത്രത്തോളം ആയിരിക്കും നമ്മുടെ ബ്രെഡിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ക്രിസ്പി ആയിട്ടുള്ള ഒരു ബ്രെഡ് സ്റ്റിക്കാണ്. എന്നിരുന്നാലും നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കൈകൊണ്ട് നമ്മൾ ഞെക്കി നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ നമുക്കൊന്ന് തൂക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മീതെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ മീതെ കുറച്ചുകൂടി മൈദ ഒന്ന് തൂക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ ഒരു കോൽ ഉപയോഗിച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് കട്ടി കൂടാനും പാടില്ല, അതേപോലെ തന്നെ ഒരുപാട് കട്ടി കുറയാനും പാടില്ല. സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ അത്രയും കനം കുറച്ച് ഒരിക്കലും പരത്തരുത്. അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് എല്ലാ വശത്തും ഒരേ വലിപ്പത്തിലുള്ള ഒരേ കനത്തിലുള്ള കട്ടി കിട്ടുന്നത് വരെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇനി നിങ്ങളിത് പരത്തിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള റെക്റ്റാങ്കിൾ ഷേപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട. ഇതൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. സൈഡിൽ എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നതിനെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പായിട്ട് നമുക്ക് പരത്തിയെടുത്താൽ മതിയാവും. നമ്മളിത് സ്ട്രിപ്സ് ആയിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ സൗകര്യത്തിനാണ് നമ്മളിങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ പരത്തിയെടുക്കുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ഞാനൊന്ന് പരത്തിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് കട്ടി കൂടിയിട്ടുമില്ല, എന്നാൽ ഒരുപാട് കട്ടി കുറഞ്ഞിട്ടുമില്ല. അപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് സൈഡൊക്കെ ഞാൻ ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ കട്ടി എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള ആ ഒരു തിക്നെസ്സാണ് ഞാനിപ്പോൾ പരത്തിയെടുത്തിട്ടുള്ളത്. ഒരുപാട് കട്ടി കൂടിയിട്ടുമില്ല, എന്നാൽ കുറഞ്ഞിട്ടുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ കുറച്ച് വെളുത്ത എള്ള് ഒന്ന് തൂക്കി കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. താല്പര്യമില്ല എന്നുള്ളവർ ഇത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ വെളുത്ത എള്ള് നമ്മൾ ഇതിൻ്റെ മീതെ ഒന്ന് തൂക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ബ്രെഡ് സ്റ്റിക്കിന് ഉണ്ടാവുക. കാണാനും നല്ലൊരു ലുക്ക് ഉണ്ടാവും. ഇനി നമുക്ക് വീണ്ടും ഇത് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഒരുപാട് ബലം പ്രയോഗിച്ച് റോൾ ചെയ്യാൻ പാടില്ല. ഈ എള്ള് ചെറുതായിട്ട് ഈ മാവിലൊന്ന് പറ്റിപ്പിടിച്ച് ഇരുന്നാൽ മാത്രം മതിയാവും.
ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്കിത് തിന്നായിട്ടുള്ള സ്ട്രിപ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വീതി കൂടിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ബ്രെഡ് സ്റ്റിക്കാണ് ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒരുപാട് വീതിയുള്ള സ്റ്റിക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ നീളം ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഓവനിൽ കൊള്ളുന്ന ട്രേയുടെ വലിപ്പം അനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അക്കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളത് പരത്തിയെടുക്കുമ്പോൾ നമ്മുടെ ഓവനിൽ കൊള്ളുന്ന ആ ഒരു സൈസിലെ ട്രേയിൽ ആ ഒരു വലിപ്പം കണക്കാക്കി വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എല്ലാം ഒരേ വലിപ്പത്തിലുള്ള സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിങ്ങനെ എല്ലാം കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ സ്ട്രിപ്പായിട്ടൊന്ന് എടുക്കാം. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. രണ്ടറ്റവും ഇതേപോലെ കൈ കൊണ്ടൊന്ന് പിടിച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സ്ട്രിപ്സ് എടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇതിന് മീതെയുള്ള എള്ളൊക്കെ പോയി എന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ജസ്റ്റ് നമുക്ക് കാണാനൊരു ലുക്കിനും ചെറിയൊരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എള്ള് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സ്ട്രിപ്പ് നിങ്ങൾക്ക് അതേപോലെ തന്നെ വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഒരു ബേക്കിംഗ് ട്രേയിൽ ഞാനിപ്പോൾ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ബ്രെഡ് സ്റ്റിക്സ് ഓരോന്നായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഈ സ്ട്രിപ്സ് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ചില സ്ട്രിപ്സ് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ചില സ്ട്രിപ്സ് പ്ലെയിനായിട്ട് ഡയറക്റ്റായിട്ട് അതേപോലെ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് ഷേപ്പ് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിങ്ങനെ ഈ ട്രേയിൽ കൊള്ളുന്ന അത്രയും സ്ട്രിപ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ മീതെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ സൈസായിട്ട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. 2 മണിക്കൂറിന് ശേഷം നമുക്കിതിൻ്റെ ക്ലിംഗ് ഫിലിമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഞാനിപ്പോൾ ഒരു മുട്ട ബീറ്റ് ചെയ്തത് ഇതിൻ്റെ മീതേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ കാണാനും നല്ലൊരു ലുക്കായിരിക്കും ഈ ബ്രെഡ് സ്റ്റിക്കിന് ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് മുട്ട ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ, വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്കെന്തോ പാൽ യൂസ് ചെയ്യുന്നതിലും കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് മുട്ട ചേർക്കുമ്പോഴാണ്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ എഗ് വാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതേപോലെ പാൽ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ബ്രെഡ് സ്റ്റിക്ക് അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവനിൽ വെച്ചിട്ട് 180 ഡിഗ്രീസിൽ 16 മിനിറ്റ്സ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഇതിൻ്റെ ടോപ്പ് വരുന്നത് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് ബട്ടർ പേപ്പറിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഈ ബ്രെഡ് സ്റ്റിക്ക് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ആ വെളുത്ത എള്ളൊക്കെ കൂടി നല്ലൊരു ഭംഗിയാണ് ഇതിന് കൊടുക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ബ്രെഡ് സ്റ്റിക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു ബ്രെഡ് സ്റ്റിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.